പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി സിപിഐഎമ്മിനെ ഏൽപ്പിക്കുന്നത് കനത്ത പ്രഹരം. അന്വേഷണ ഏജൻസിയായ സിബിഐക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച് പ്രതികൾക്ക് കവചം തീർക്കുകയാണ് സിപിഐഎം. എന്നാൽ സിപിഐഎമ്മിനെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായി മുദ്രകുത്തി വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിക്ക് നേരിട്ട് ബന്ധമില്ലെന്ന് വാദിക്കുമ്പോഴും പെരിയ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി സിപിഐഎമ്മിന്റെ പ്രതിരോധങ്ങളെ തകർക്കുന്നതാണ്. ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി എ പീതാംബരൻ സിപിഐഎമ്മിന്റെ പെരിയ ലോക്കൽ കമ്മിറ്റിയിലെ മുൻ അംഗമാണ്. പീതാംബരന് പുറമെ 3 സിപിഐഎം നേതാക്കൾക്ക് കോടതി 5 വർഷം ശിക്ഷ വിധിച്ചു. കേസിലെ 20ാം പ്രതിയായ മുൻ MLA KV കുഞ്ഞിരാമന് 5 വർഷം ശിക്ഷ കിട്ടിയത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി. 5 വർഷം ഒരു വിഷയമല്ല. അടക്കമുള്ളവർ ഇതിൽ പങ്കില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൽ ശിക്ഷ വരുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും അല്ലേ? പാർലമെന്ററി രംഗത്തെ ഉയർന്ന പദവികളിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാവാണ് 14ാം പ്രതിയായ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ. 21ാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം മുൻ LC സെക്രട്ടറിയും. എന്നിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സിപിഐഎമ്മിനെ ആക്രമിക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ന്യായീകരണം. ഇത് അവസാനത്തെ വാക്കല്ലല്ലോ. തീർച്ചയായും മറ്റ് ഉയർന്ന കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ സിപിഐഎമ്മിനെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും. പാർട്ടി കേന്ദ്രങ്ങളുടെ സംഘടിത ഗൂഢാലോചന എന്ന വിധിന്യായത്തിൽ ഇല്ലാത്തതാണ് സിപിഐഎം നേതാക്കളുടെ പിടിവള്ളി. പെരുങ്കളിയാട്ടം എന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതായി CBIയുടെ കേസ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM-നെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. CPIM ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിന്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളായവരെ പുറത്താക്കിയാൽ പിന്നെ പാർട്ടിയിൽ ആളുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കുറ്റക്കാരെ ചേർത്തു പിടിച്ചത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടുത്തെ ജനങ്ങളാരും കോൺഗ്രസും അതുപോലെ വലതുപക്ഷ ശക്തികളും CPM-നെ സദാസമയം എതിർത്തുകൊണ്ടിരിക്കണം എന്നുദ്ദേശിക്കുന്നവർ മാത്രമാണ് പെരുമഴ പോലെ ഈ സംഭവം കിട്ടിയപ്പോൾ CPM-നെതിരായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായി സിപിഐഎമ്മിനെ പ്രതിഷ്ഠിച്ച് വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. കോടതിയുടെ വിധിന്യായം CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടി തന്നെ ഗൂഢാലോചന നടത്തുകയും പാർട്ടി തന്നെ കൊലപാതകങ്ങൾ നടത്തുകയും പ്രതികളെ സംരക്ഷിക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് CPIM-നെ KC വേണുഗോപാൽ വിശേഷിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കാവുന്ന തിരയിളക്കത്തെ ഉദ്യോഗത്തോടെ നോക്കുകയാണ് CPIM. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.